ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റി കിണ്ണത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ പ്ലേസ് ശശിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, എല്ലാവരും പോയിട്ട് കാണുക. ഇത് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുര അങ്ങേ റൂട്ടിലാണ്. നല്ലൊരു പ്ലേസാണ്. പൈതൽമല, പാലക്കയം തട്ട് എന്നെല്ലാം ഇതിനടുത്തായിട്ട് വരും. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ പിന്നീട് ഇടാം. നമുക്ക് ബീട്രൂട്ട് കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, ഗോതമ്പ് മാവ്, ഏലക്ക, ചോളം, അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു തേങ്ങ ചിരണ്ടി വെച്ചതാണ്. 1/2 കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയും ബീട്രൂട്ട് ചുരണ്ടിയത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കിണ്ണത്തപ്പം അധികം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഈ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടും തേങ്ങയും ഞാനിവിടെ അരച്ച് വെച്ചു. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കണം. നന്നായി ഇളക്കി ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ കോരി വെക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് കോരി വെക്കാം. നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് മാവ് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ചെറുതായി വറുത്താൽ മതി. ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ബീട്രൂട്ടും കൂടി ഒഴിക്കാം. നന്നായി കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 500 മില്ലി വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിക്കാൻ മറന്നുപോയി. കുറച്ച് തേങ്ങയും ബീട്രൂട്ടും അരക്കുമ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വെള്ളം ഞാനിവിടെ ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ അധികം കത്തിക്കാൻ പാടില്ല, ചെറുതായി കുറക്കുക. ആവശ്യത്തിന് മാത്രം തീ കൂടുതലാക്കുക. ഗോതമ്പ് മാവും ബീട്രൂട്ടും നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. എനിക്ക് ചെറിയ ആണി ശർക്കരയാണ് കിട്ടിയത്. മറ്റേ വണ്ണുള്ള ഒരു ശർക്കരയുണ്ട്, കറുപ്പ് പോലത്തെ. അതത്ര നല്ലതല്ല, എന്തോ ചൊവ്വയായിരിക്കും അത്. ചിലതിൽ കല്ലും ഇതെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഇത് നല്ല ശർക്കരയാണ്, ഇതിലൊന്നുമില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് ഇങ്ങനെ കട്ടി പിടിച്ചു. ഇളക്കിക്കൊണ്ടേയിരിക്കുക. തീ കുറച്ച് വേണമെങ്കിൽ കൂട്ടുക. അധികം അടിക്ക് ഇങ്ങനെ പറ്റുന്ന തോന്നുമ്പോൾ തീ കുറച്ചാൽ മതി. പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയിട്ടാകുമ്പോൾ അവിടേക്ക് ഒരു അപ്പം ചുട്ട് കൊണ്ടുപോക്കുന്നുണ്ട്. അങ്ങനെ കിണ്ണത്തപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്. അതിന് അരിപ്പൊടി, തേങ്ങയെല്ലാം ഒരുപാട് പിഴിഞ്ഞ് ഭയങ്കര പണിയായിരിക്കും. നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് അടിക്കിങ്ങനെ ഇളകി കിട്ടണം. ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചോളം ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ്, പിന്നെ ബദാം എല്ലാം ഇടാം. നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണമെന്നേ ഉള്ളൂ. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ പാത്രത്തിനടിക്ക് ഇങ്ങനെ പിടിച്ചു പോകും. ഇത് ഇവിടുന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി കിട്ടണം. നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ ബദാമൊക്കെ ഇടാം കേട്ടോ. ഏകദേശമായി വന്നു. കുറച്ചും കൂടി ആകണം. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. നമ്മളെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കൈക്ക് പറ്റാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിണ്ണത്തപ്പം റെഡിയായിരിക്കുന്നു. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഞാനിവിടെ ഇതാണ് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് എടുത്തത്. അതിന് നന്നായിട്ട് നെയ്യ് തടവുക. ഇനി ഇതിലേക്ക് നമുക്ക് കിണ്ണത്തപ്പം ഇടാം.
എന്നിട്ട് വേഗം തന്നെ അത് ഒരു ഗ്ലാസ്സിൻ്റെ അടിക്കോ നെയ്തടവിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ചൂടോടെ പരത്തണം, അല്ലെങ്കിൽ പരന്ന് കിട്ടില്ല. ഇത് നന്നായി തണുത്തതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിണ്ണത്തപ്പം റെഡി ആയിരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, ഇനി നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.